നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വേദനകളും നമുക്ക് ഓരോ അധ്യായങ്ങൾ തരുന്നുണ്ട്. ആ ഓരോ അധ്യായങ്ങളും നമുക്ക് വലിയ മാറ്റങ്ങൾ തരുന്നുണ്ട്. റോമാലേഖനം 12 നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ എന്ന് പറയുന്നു. നമുക്ക് ജീവിതത്തിലെല്ലാം നോർമലായിട്ട് പോകുമ്പോൾ മാറ്റങ്ങളൊന്നും വരാറില്ല. എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ചില വേദനകൾ നമുക്ക് ഒരു അധ്യായം തുറക്കലാണ്. ആ അധ്യായം നമ്മളെ മാറ്റുകയാണ്. ജീവിതത്തിൽ ഏത് സംഭവം നോക്കിക്കോ, അന്ന് മുതൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള ഓരോ ഇൻസിഡൻറ്റും ഓരോ സംഭവങ്ങളും നോക്കിക്കോ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിവാണ്. എൻ്റെ 23-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച, അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വർഷങ്ങളിൽ അനുഭവിച്ച പോലീസ് കേസും പ്രയാസങ്ങളും, ഇനി ഒരിക്കലും കേരളത്തിലോട്ട് വരാൻ കഴിയാതെ നാട് വിട്ടുപോയതും, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു വേദനയാണ്. ആ വേദന എനിക്കൊരു അധ്യായം തന്നു. ആ അധ്യായം എന്നെ മറ്റൊരു വശത്തേക്ക് തിരിച്ചു, ആത്മീകതയിലേക്ക് തിരിച്ചു, ബൈബിള് വായിക്കാനുള്ളൊരു ചിന്തയിലേക്ക് തിരിച്ചു, യേശുവിനെ അറിയാനിടയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന വേദനകൾ പുതിയ അധ്യായങ്ങളായി മാറി. ആ അധ്യായങ്ങൾ നമുക്കൊരു മാറ്റമായി മാറി. ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു തത്വമാണ്. അപ്പോൾ സംഭവിക്കുന്നതെല്ലാം ഒരു ഷിഫ്റ്റിന് കാരണമാകും. എല്ലാ സംഭവങ്ങളും ഒന്നും തിന്മയ്ക്കാകില്ല, എല്ലാം നന്മയ്ക്കായി മാറും. അതുകൊണ്ട് കർത്താവിനോട് നന്ദി പറയണം. കർത്താവേ, നീ എനിക്ക് അനുവദിച്ച എല്ലാ സംഭവങ്ങളും, ചില സംഭവങ്ങൾ, കുറേ ബന്ധങ്ങൾ അകന്നു പോയത്, നമുക്ക് വലിയ കഷ്ടപ്പാട് വന്നപ്പോൾ ചങ്കെന്ന് പറഞ്ഞ് നിന്നവരൊക്കെ നമ്മൾ ഇട്ടേച്ചു പോയി. അവരെ ഇട്ടേച്ച് പോകാൻ വേണ്ടിയാണ് ആ വിഷയം നമുക്ക് വന്നത്. കാരണം അവർ കൂടുതൽ നമ്മളോട് അടുത്ത് നിന്നാൽ അതിനേക്കാൾ വലിയ ചതിയുണ്ടാകും. ചില ബന്ധങ്ങളെ അകറ്റാൻ ദൈവം നമ്മളെ ഒരു കുഴിയിലോട്ട് തന്നെ താഴോട്ട് ഇറക്കിക്കളയും. ജോസഫിനെ എല്ലാ ബന്ധങ്ങളും അറ്റുപോയി. എന്നാൽ അവനെ ഒറ്റക്ക് ദൈവം ഉയർത്തി ഉന്നതനാക്കി മാറ്റി. എന്നിട്ട് ആ ബന്ധങ്ങളൊക്കെ അവൻ്റെ കാൽക്കേ വന്നു. അതാണ് ജോസഫിൻ്റെ ചരിത്രം. ഇതുപോലെ തന്നെ ചരിത്രം ഇനിയും ആവർത്തിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കും. എല്ലാം നന്മയാക്കി മാറ്റും. ചേർന്ന് പാടി നന്മകളുടെ ഉറവിടമായ കർത്താവിനെ ആരാധിക്കാം. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. അപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ.
എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് കയറി യേശുവിൻ്റെ ഒരു പ്രാർത്ഥന, ചില ദിവസങ്ങൾ തന്നെ, നീണ്ട ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചു. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് യേശു കർത്താവിൻ്റെത്. പിതാവേ, നമ്മൾ ഒന്നാണ്, അവരും ഒന്നാകട്ടെ. നീ എനിക്ക് തന്ന മഹത്വം അവർ കാണേണ്ടതിന്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കേണ്ടതിന് അവരെ എൻ്റെ അടുക്കൽ ഇരുത്തണമേ. പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിന്നെ യേശു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടവരും എല്ലാം ഒന്നാണെന്ന്, വേർതിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളൊരു 5-10 പ്രാവശ്യം വായിച്ചു നോക്ക്. കർത്താവിനോട് വളരെ നന്ദിയുള്ളവരാകും. കർത്താവ് തിരഞ്ഞെടുത്തൊരു വ്യക്തിയെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പിന്നെ വിടുന്നില്ല. അവർക്ക് ചുറ്റും ദൂതന്മാരുടെ കാവലാണ്. യേശു ഇരിക്കുന്നിടത്ത് തന്നെ നമ്മളെ എത്തിക്കും. സ്വർഗത്തിൽ ചെന്നാൽ യേശുവിനെ കാണുമ്പോൾ നമ്മൾ കാൽക്കലൊക്കെ വീഴും. എന്നാൽ യേശു നമ്മെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കണ്ണുനീര് തുടച്ച് നമ്മെ അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്നിരുത്തും. ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് പ്രജകളാക്കി നമ്മളെ മാറ്റില്ല. മക്കൾ എന്ന സ്നേഹത്തിൻ്റെ ആഴം അവൻ നമ്മെ കാണിച്ചു തരും. പിതാവും പുത്രനും എങ്ങനെയാണോ അതുപോലെ. അതുകൊണ്ട് പിതാവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിതാവേ, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. പാപികളായ ദോഷികളായ നമ്മൾ, നരകത്തീയിലേക്ക് വീഴേണ്ട നമ്മൾ, നമുക്ക് ലഭിച്ച ആ നിത്യ പദവിക്കായിട്ട് നമ്മൾ നന്ദി പറയണം. യേശു അത് നമുക്ക് തന്നു കഴിഞ്ഞു. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി ഈ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ശക്തനായ കൃപ ലഭിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കിന്ന് മറ്റുള്ളവരോളം ഒന്നുമില്ലെങ്കിലും ഭാരപ്പെടേണ്ട. ഈ ലോകത്തിൽ പലർക്കും ഉള്ളതോർത്തും സങ്കടപ്പെടേണ്ട. നിങ്ങൾക്കതായില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവം നമുക്ക് തൻ്റെ ആത്മാവിൽ അത് വെളിപ്പെടുത്തി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ആത്മാവിൽ അറിയാം, എനിക്ക് വച്ചിരിക്കുന്നതൊക്കെ വലിയ വലിയ നിത്യ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് വരുവാനുള്ളതിന് അവർ കാത്തിരുന്നു. തങ്ങളെ തന്നെ അന്യരും പരദേശികളുമായിട്ട് എണ്ണി. തങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന്, ഞങ്ങൾക്ക് ഉള്ള സ്ഥലം ഇതല്ല എന്നും നമ്മുടെ പിതാക്കന്മാർ തങ്ങളെ എണ്ണി എന്നും എബ്രായ ലേഖനം 11 പറയുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. വളരെ സ്വത്തുള്ളവർ, ഒരു രാജ്യത്തിന് വഹിക്കാൻ കഴിയുന്നതിനപ്പുറം സ്വത്തായിരുന്നു അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനുമെല്ലാം. എന്നിട്ട് തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി ജീവിച്ചു. അവർ വരുവാനുള്ളതിനെ കാത്തിരുന്നു.
അതായത് അവർ തൃപ്തരല്ലായിരുന്നു. ഇതല്ല ഞങ്ങളുടെ സമ്പത്ത്, ഈ കാണുന്നതല്ല. ഇന്ന് മനുഷ്യർ ഈ ഭൂമിയിലെ സമ്പത്തിൽ ഒതുങ്ങിത്തീരുമ്പോൾ ദൈവം വിളിച്ച അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, നമ്മുടെ പിതാക്കന്മാരൊന്നും ഈ ഭൂമിയിലെ ഒന്നിലും സംതൃപ്തരായിരുന്നില്ല. ജോസഫിനെ നോക്കിയേ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മന്ത്രി, രാജാവിൻ്റെ കുടുംബത്തിന് അവൻ പിതാവായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് കൈകാര്യം ചെയ്തവൻ, സ്വന്തം സഹോദരങ്ങളെ ഗോശാൻ ദേശത്ത് അപ്പനോടൊപ്പം പാർപ്പിച്ചവൻ. ഇത്രയും മഹാനായ മനുഷ്യനായിട്ടും മരിക്കാൻ നേരത്ത് സഹോദരങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നിങ്ങൾ കനാനിലേക്ക് പോകും, മിസ്രൈമിൽ നിന്ന്. അന്ന് കനാൻ ദേശത്ത് എൻ്റെ അസ്ഥികളെ എത്തിക്കണം. വിശ്വാസത്താൽ ജോസഫ് മരണത്തിൽ തൻ്റെ അസ്ഥികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ അസ്ഥികളെങ്കിലും അവിടെ എത്തണം. ജീവിതത്തിൽ അവരെല്ലാം വിലയേറിയതായി കണ്ടത് ദൈവം വാഗ്ദത്തം ചെയ്തതിനെയാണ്. ഈ വർഷം പ്രൈസ് ജനറേഷൻ വാഗ്ദത്ത നിവർത്തിയുടെ വർഷം എന്ന പേരിട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ച് അനേക വാഗ്ദത്തങ്ങൾ നിറവേറണം. യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയതുപോലെ ജോസഫിൻ്റെയും അതുപോലെ ദൈവമക്കളെ ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിൽ നിറവേറിയതുപോലെ ഈ ഭൂമിയിൽ അനേക മടങ്ങ് കാര്യങ്ങൾ നിറവേറാനുണ്ട്. അതിനുശേഷം നിത്യത എന്ന വാഗ്ദത്തത്തിലേക്കും നമ്മൾ പോകും. വാഗ്ദത്തങ്ങളുടെ ഒരു കലവറയാണ് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ദൈവ മക്കളുടെ കൂട്ടത്തിന് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. വാഗ്ദത്തം എങ്ങനെ ഉണ്ടായി? ആദ്യം അത് ദൈവം പറഞ്ഞു, 2 അതവൻ നിവർത്തിക്കും. വാക്കു പറയും, പാലിക്കും. വാക്കു പറയും, പാലിക്കും. ഈ ഭൂമിയിലേക്ക് സ്ത്രീയുടെ സന്തതിയായിട്ട് മകനെ വിടുമെന്ന് പറഞ്ഞിട്ട് ദൈവം, ഞാനങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, എന്തിന് എൻ്റെ മകനെ അയക്കണം, ഞാൻ വേണമെങ്കിൽ ഗബ്രിയേലിനെ അയക്കാം എന്ന് പറഞ്ഞില്ല. സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം ആരെ അയച്ചാലും വീണ്ടെടുപ്പ് നടക്കില്ല. വാക്ക് പറഞ്ഞ ദൈവം തന്നെ വന്ന് നിയമത്തെ പൂർത്തിയാക്കിയേ തീരൂ. കാരണം ദൂതന്മാർ തോറ്റുപോയ ഒരു വിഷയമാണ്. ദൂതന്മാർ ദൈവ വഴി വിട്ടപ്പോൾ അവർ പിശാചുക്കളായി മാറി. അതുകൊണ്ട് ദൈവത്തിന് പകരം ദൂതന്മാർക്ക് വരാൻ കഴിയില്ല. വാക്കു പറഞ്ഞ ദൈവത്തിന് തന്നെ മനുഷ്യവേഷത്തിൽ വന്ന് മരക്കുരിശിൽ കയറേണ്ടി വന്നു. മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ജീസസ് എവരി ഡേയിൽ നാം കേൾക്കുന്നത് എല്ലാ ദിവസവും യേശുവിനെ കുറിച്ചാണ്. അവൻ്റെ കരുണ, അവൻ്റെ ദയ, അവൻ്റെ മനസ്സലിവ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് 18-ാം അധ്യായം. യോഹന്നാൻ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരേക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. ഇത് പറഞ്ഞിട്ട് പരസ്യമായൊരു പ്രാർത്ഥന കഴിഞ്ഞ് യേശു ശിഷ്യന്മാരുമായിട്ട് ആ തോട്ടത്തിലേക്ക് പോയി. കെദ്രോൻ തോട് കഴിഞ്ഞ് ആ തോട്ടത്തിലേക്ക് പോയി. ഈ തോട്ടത്തിൽ യേശു കൂടെ കൂടെ വരുന്നത് യൂദയ്ക്കറിയാം. യൂദ എപ്പോഴും ഉണ്ടാകും. എന്നാൽ യൂദ ഇന്നില്ല. ആ കർത്തൃമേശ തിരുവത്താഴ സമയത്ത് നീ ചെയ്യാൻ പോകുന്നത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി. കൂടെയുള്ള മറ്റു ശിഷ്യന്മാരെ വിചാരിച്ചു വിധവമാർക്കോ പാവപ്പെട്ടവർക്കോ എന്തോ ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ യൂദയെ കർത്താവ് ഏൽപ്പിച്ചതാണ്. പാവങ്ങൾ, അവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ കൂടെ താലത്തിൽ കൈ മുക്കുന്നവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവൻ കൈ മുക്കി. ഞാൻ അപ്പകണ്ണം ആർക്ക് കൊടുക്കുന്നോ അവനാണ്.
അടയാളം പറഞ്ഞിട്ട് പോലും ഈ പാവങ്ങൾക്ക് മനസ്സിലായില്ല. ചില സമയത്ത് എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാവില്ല. അതും ഒരു കണക്കിന് നല്ലതാണ്. നമ്മെ മനസ്സിലാവില്ല, നമ്മുടെ സങ്കടവും മനസ്സിലാവില്ല. പത്രോസിന് അത് മനസ്സിലായിരുന്നെങ്കിൽ യൂദയെ ഒരു 6 കഷണമായിട്ട് മുറിച്ചാന്. എന്നാൽ അതവിടെ സംഭവിക്കാതിരിക്കാൻ ദൈവം അവരുടെ മനസ്സിനെ മാറ്റിയതാണ്. ചില സമയത്ത് നമ്മെ നമ്മുടെ കൂടെയുള്ളവർ പോലും മനസ്സിലാക്കൂല, നമ്മുടെ സങ്കടം മനസ്സിലാക്കൂല. യേശുവിൻ്റെ സങ്കടം ആരും അറിയുന്നില്ല, കൂടെ വരുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കഴിഞ്ഞ് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ അവർ ഈ തോട്ടത്തിലേക്ക് ചെന്നു. ഈ സമയത്ത് യൂദ പട്ടാളത്തെ കൂട്ടിയെന്ന്, മഹാപുരോഹിതന്മാരെ കൂട്ടി. വെറും 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ചെറിയ തുകയാണ്. ആ തുക കണക്ക് പറഞ്ഞപ്പോഴേക്കും യൂദയ്ക്ക് ഇപ്പോൾ വലിയ ബന്ധങ്ങളാണ്. പട്ടാളം ഇപ്പോൾ യൂദയുടെ കയ്യിലാണ്, മഹാപുരോഹിതന്മാർ യൂദയുടെ കയ്യിലാണ്. സാക്ഷാൽ യേശുവിന് പോലും ഇല്ലാത്ത വലിയ പിടിപാടുകൾ. അപ്പോൾ വലിയ പിടിപാടുകളും വലിയ ബന്ധങ്ങളുണ്ടെന്ന് കരുതി മഹാനാണെന്ന് എൻ്റെ പൊന്നു യൂദേ നീ വിചാരിക്കരുത്. നിനക്കിപ്പോൾ വലിയ പട്ടാളം കൂടെ ഉണ്ടല്ലേ, നിന്റെ കൂടെ വലിയ വലിയ പുള്ളിക്കാരന്മാരുണ്ടല്ലേ, വലിയ മത നേതാക്കന്മാരുണ്ടല്ലേ എന്ന് കരുതി നിനക്കൊരു വലിയ വിപത്ത് വരുന്നുണ്ട്. നീ പോകുന്ന റൂട്ട് ശരിയല്ല. നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ നേരല്ല. യൂദായെ, ഇപ്പോൾ നിനക്കെല്ലാവരും ഉണ്ടാകും, എന്നാൽ സത്യമെന്നും നിലനിൽക്കും, സത്യം ഉയർത്തെഴുന്നേൽക്കും. യൂദ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നില്ല. യൂദ കെട്ടിഞ്ഞാണ് ചത്തു എന്നാണ്. 3-ാം ദിവസം യൂദ ഉയർത്തെഴുന്നേറ്റു, അനേകർക്ക് പ്രത്യക്ഷനായി എന്നൊരു വാക്കേ ഇല്ല. എന്നാൽ സത്യത്തിനെ ആർക്കും അടച്ച് മൂടിക്കെട്ടാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് യേശു കർത്താവ്. നേരെ പിടികൊടുക്കാനായിട്ട് ചെല്ലുകയാണ്, നേരെ കയറി ചെല്ലുകയാണ്. അവിടെ നമ്മൾ അടുത്ത വാക്യം വായിക്കുന്നത്, യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളോടും ആയുധങ്ങളുമായി അവിടെ വന്നു. യൂദ വന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പട്ടാളക്കാർ യൂദയും കൊണ്ടുവന്നെന്നല്ല, യൂദ എല്ലാവരെയും കൊണ്ടുവന്നു. വെറുതെ ഒന്ന് കർത്താവിൽ നിന്ന് ഒന്ന് അകന്നാ മതി, നമ്മുടെ കൂടെ വലിയ സമൂഹം നമ്മുടെ ഒപ്പം നിൽക്കും. വലിയ ആൾബലമുണ്ടാകും, വലിയ ഗ്രൂപ്പുകളുടെ ലീഡറാകാൻ കഴിയും. ഇപ്പം യൂദ അവരുടെ ലീഡറാണ്. യൂദ പറയുന്ന വഴി കൂടി അവർ തിരിയുന്നത്. കർത്താവിൽ നിന്ന് അല്പം ഒന്ന് നീങ്ങിയാൽ മതി, ലോകം മുഴുവനും നിന്റെ കൂടെ കൂടും. എന്നാൽ അത് പിന്നത്തേതിൽ കാഞ്ഞിരം പോലെ നിന്റെ ജീവിതം കഴിക്കാനിടയാണ്. അടുത്ത വാക്യം കൂടി നമുക്ക് വായിക്കണം. യേശു തനിക്ക് നേരിടാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്നു. എല്ലാം അറിഞ്ഞു. യേശുവിനെ അറിയാം. ഒരു സൈന്യം വരുന്നത് കണ്ടപ്പോൾ യേശു തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞു. പിതാവിനെ നന്നായി അറിഞ്ഞു, തൻ്റെ സമയമായെന്നറിഞ്ഞു. യോഹന്നാനെ 17:1 തുടങ്ങുന്നത്, പിതാവേ നാഴിക വന്നിരിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നു, എൻ്റെ നാഴിക വന്നു. യേശുവിന് എല്ലാം അറിയാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവവുമായി അടുത്ത വ്യക്തിയാണോ, എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുമ്പ് അറിയാനുള്ളൊരു പ്രത്യേക കൃപ ദൈവം തരും. അല്ലാതെ അയ്യോ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ഭവിച്ചു, യേശുവിന് അറിയാം ഇതെല്ലാം നിവർത്തിയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, അവനെ കാണിച്ചു കൊടുക്കുന്നവനോ അയ്യോ കഷ്ടം.
ദൈവവചനത്തിൻ്റെ റൂട്ടിലാണ്. അതുകൊണ്ട് യേശുവിനെ തിരുവെഴുത്ത് വഴി എല്ലാം അറിയാം. എല്ലാം തിരുവെഴുത്തിലൂടെയാണ് യേശു പഠിക്കുന്നത്. യേശു പറഞ്ഞു, ഇതെല്ലാം തിരുവെഴുത്ത് പറയുന്നത് പോലെയാണ്. യേശു എല്ലാം അറിഞ്ഞ് പുറത്തു വന്നു. എല്ലാം അറിഞ്ഞിട്ട് അവരുടെ അടുക്കലേക്ക് വന്നു. അതാണ് യേശുവിൻ്റെ വിജയം. എല്ലാം അറിഞ്ഞു. യേശു ഒരു വലിയ വിജയമായി മാറി. യേശു ഒരു വലിയ ജയമായി മാറി. പാതാള ഗോപുരത്തെ, വാഴ്ചകളെ, അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന് പൗലോസ് പറയുന്നു. ഒരു ഉത്സവത്തിന് വേണ്ടിയാണ് യേശു രംഗത്ത് വന്നത്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു പരാജയം. യേശു ക്രൂശിക്കപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ ഭയങ്കര ആഘോഷം. പാതാള ഗോപുരം തകർന്നു പോയി. പിശാചിന്റെ തല തകർന്നു പോയി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തു. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. എന്തുകൊണ്ട് സ്വന്തം പുത്രനെ തകർക്കാൻ ഏൽപ്പിച്ചു? ക്രൂശ് മരണം ഒരു പരാജയമല്ല, വൻ വിജയമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. ക്രൂശിൽ ആശ്രയിക്കുന്നവരെല്ലാം ജയാളികളാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുവാൻ, അങ്ങയുടെ പദ്ധതികളിൽ ആശ്രയിക്കുവാൻ, വചനത്തിൽ ആശ്രയിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ ഇന്നത്തെ ദൈവവചന ധ്യാനം കാരണമാകണം. ഒരു നിമിഷത്തേക്ക് പോലും ലോകത്തിലേക്ക് പോയി ലോകത്തിൻ്റെ ലീഡറായി നിന്ന യൂദയുടെ ദുരവസ്ഥയിലേക്ക് പോകാതെ യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിനെ പോലെ ജ്ഞാനം പ്രാപിച്ച് ജീവിത സാഹചര്യങ്ങളെ തൻ്റെ ഇടത്തോടെ നേരിടുന്ന ഒരു പ്രകൃതം ഞങ്ങൾ ചോദിക്കുന്നു. കൃപ ചോദിക്കുന്നു. പേടിച്ചും പുറകോട്ട് മാറാതെ വിശ്വസിച്ച് മുന്നോട്ട് കാലുകൾ വയ്ക്കുന്ന യേശുവിനെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ യേശുവിൻ നാമത്തിൽ അതിജീവിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് കൂടെയിരിക്കും. വചനത്താൽ നമുക്ക് നിറയാം. പ്രത്യേകിച്ച് സന്തോഷ വാർത്തയുള്ളത്, നാളെ മുതൽ വേഴം, വെള്ളി, ശനി പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് പ്രയറാണ്. 3 ദിവസം രാവിലെ 10:30 മുതൽ ആരംഭിക്കും. വേഴം, വെള്ളി, ശനി പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് പകലുണ്ടായിരിക്കും. ഓൺലൈനിലും ഈ സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂടി ഉപവസിക്കാം. ജീസസ് എവരിഡേ എന്ന മീഡിയ പ്രോഗ്രാം എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരിക. ഈ വരുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ വിഷയത്തിനും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിലും പങ്കെടുക്കാം. ഗോഡ് ബ്ലസ് യു.